എൻ്റെ ഈ ടെമ്പോ ട്രാവലറിനെ പറ്റി പറയുകയാണെങ്കിൽ 11 വർഷം എന്നോടൊപ്പം എൻ്റെ ചങ്കായിട്ട് കൂടെ നിന്നാണ് കേട്ടോ. എൻ്റെ ദുഃഖത്തിലും സന്തോഷത്തിലും എല്ലാം. ടെമ്പോ ട്രാവലർ മാത്രമേ ഇവിടെ പണിയുകയുള്ളൂ കേട്ടോ. ടെമ്പോ ട്രാവലറിൻ്റെ എല്ലാ വർക്കുകളും ഇവിടെ ചെയ്യും കേട്ടോ. മെക്കാനിക്ക്, പെയിൻറ്റിങ്, പാച്ച് വർക്ക് എല്ലാം ചെയ്യും. ഇതൊക്കെ പല പല പണികൾക്കായിട്ട് വന്നേക്കണേണ്. ഹായ് സുഹൃത്തുക്കളെ, ഞാൻ മുനീർ. ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എനിക്കൊരു ടെമ്പോ ട്രാവലർ കൂടിയുണ്ട് കേട്ടോ. 17 സീറ്റ് ജാസ്മിൻ എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. എൻ്റെ മോളുടെ പേരാണ് കേട്ടോ ജാസ്മിൻ. ട്രാവലർ ടെസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ടെസ്റ്റ് വർക്കിൻ്റെ ഭാഗമായിട്ട് ഫുൾ കോട്ട് പെയിൻ്റ് അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വർക്ക്ഷോപ്പിലാണ് കേട്ടോ കയറ്റിയേക്കുന്നത്. എൻ്റെ ബാക്കിൽ കണ്ട് ഇഷ്ടംപോലെ ടെമ്പോ ട്രാവലർ പല വർക്കിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയും അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഫുൾ കോട്ട് പെയിൻ്റാണ്, കംപ്ലീറ്റ് അഴിച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്. 2010 മോഡലാണ് എൻ്റെ ടെമ്പോ ട്രാവലർ. ഞാനിപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 11 വർഷമായിട്ടാണ്. ഞാൻ 2 വർഷം പഴക്കമുള്ളപ്പോൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ വർക്ക്ഷോപ്പിൻ്റെ പേര് സ്റ്റാർ ഫോഴ്സ് എന്നാണ് കേട്ടോ. എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത അങ്ങരപ്പടിയിലാണ് ഈ വർക്ക്ഷോപ്പ്. എന്താ ടെമ്പോ ട്രാവലറൊക്കെ പല പല പണികൾക്ക് വന്ന് എടുപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ടെമ്പോ ട്രാവലറിൻ്റെ അകത്താണ് എടുക്കണം കേട്ടോ. പെയിൻറ്റിങ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എന്താ ഇതാണ് നമ്മുടെ ടെമ്പോ ട്രാവലർ ജാസ്മിൻ. ഫുൾ പെയിൻ്റാണ്, ഫുൾ കോട്ട് പെയിൻറ്റ്. അതുപോലെ തന്നെ ഇവിടെ ഹബ്ബ് ഗ്രീസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വണ്ടിയുടെ അകത്തേക്ക് വരികയാണെങ്കിൽ സിമ്പിൾ വർക്കാണ് ചെയ്തിരിക്കുന്നത്. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കും, വലിയ ആർഭാട വർക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. സീറ്റൊക്കെ ഇപ്പോഴും കമ്പനി സീറ്റ് തന്നെയാണ്. അപ്പോൾ അതിന് കവർ അടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ സൈഡ് ബീഡൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്ലോറായാലും നല്ലതാണ് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് സ്കൂൾ ട്രിപ്പ് ഓടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അധികം വർക്ക് ചെയ്തിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 6 വർഷമായി സ്കൂൾ ട്രിപ്പ് തുടങ്ങിയിട്ട്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഉള്ളിലെ വർക്ക് കേട്ടോ. പെയിൻറ്റിങ് വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗ്ലാസ് കംപ്ലീറ്റ് അഴിച്ചിട്ടുണ്ട് കേട്ടോ. ഗ്ലാസ് കംപ്ലീറ്റ് അഴിച്ച് ഇവിടെ പ്രൈമർ അടിച്ച് ഇതിൻ്റെ മുകളിൽ വൈറ്റ് പെയിൻറ്റ് അടിച്ചിട്ട് ഗ്ലാസ് ഇടും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഒരു 2 കൊല്ലം കൂടുമ്പോൾ ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. ഗ്ലാസിൻ്റെ ഫ്രെയിമൊക്കെ തുരുമ്പ് എടുത്ത് പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യണത്. അതുപോലെ ഇത് ഇവിടെയും ചെയ്തിട്ടുണ്ട് എന്താ, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഗ്ലാസ്സും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ വാട്ടർ ചാനലൊക്കെ, വാട്ടർ ചാനലിൻ്റെ മുകളിലായിട്ട് തുരുമ്പുണ്ടായിരുന്നു, അതൊക്കെ കളഞ്ഞ് പ്രൈമർ അടിച്ചിട്ടുണ്ട് കേട്ടോ. പണികളൊക്കെ നല്ല ഭംഗിയായിട്ടാണ് ചെയ്യണത്, നല്ല കറക്റ്റായിട്ടാണ് ചെയ്യണത്. ഈ താഴത്തെ പീസ് തുരുമ്പെടുത്ത് ദ്രവിച്ച് പോയായിരുന്നു കേട്ടോ. ആ പീസ് മാറിയിട്ട് അവിടെ പുട്ടി വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ പാച്ച് വർക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. ഈ സൈഡും ഗ്ലാസ് കംപ്ലീറ്റ് അഴിച്ചിട്ടുണ്ട് കേട്ടോ, ഉള്ളഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടോപ്പിൽ കുറച്ച് തുരുമ്പുണ്ട്, അത് എമിരി പേപ്പർ ഇട്ടിട്ട് പിടിച്ച് പെയിൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ബാക്ക് ലൈറ്റ് പൊട്ടിപ്പോയായിരുന്നു കേട്ടോ. റിവേഴ്സ് എടുത്തപ്പോൾ പൊട്ടിപ്പോയായിരുന്നു, അത് പുതിയത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കണ്ടോ, ഈ ബമ്പറിൻ്റെ അടിയിൽ വലിയൊരു പീസ് ഉണ്ടായിരുന്നു, ആ പീസ് പോയായിരുന്നു കേട്ടോ. അത് കംപ്ലീറ്റ് പീസ് മാറിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല, ഇതിൻ്റെ അകത്ത് ആ പീസ് വന്നത് അത് മാറിയായിരുന്നു കേട്ടോ. പക്ഷേ വലിയ പാച്ച് വർക്ക് എന്ന് പറയുന്നത് അത് മാത്രമേ ഉണ്ടായുള്ളൂ. ഡോർ പാഡൊക്കെ അഴിച്ചിട്ടുണ്ട്. പിന്നെ ഹാൻഡിലൊക്കെ അഴിച്ചിട്ടുണ്ട്. ഹാൻഡിലൊക്കെ അഴിച്ച് ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ പെയിൻ്റ് ആയിട്ടുള്ള തുരുമ്പ് പിടിക്കണൊക്കെ തടയാൻ പറ്റും കേട്ടോ. ഫ്രണ്ട് ഡോറിൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ കണ്ട ഗ്ലാസ്സൊക്കെ അഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ബീഡിങ് അഴിച്ചിട്ടുണ്ട്, ബീഡിങ്ങും കാര്യങ്ങളൊക്കെ അഴിച്ചിട്ടുണ്ട്. പിന്നെ കണ്ട ഇവിടുത്തെ ഒരു കൊട്ട വരും, അതൊക്കെ അഴിച്ചിട്ടുണ്ട്. സീറ്റ് അഴിച്ച് തുരുമ്പുകളെല്ലാം കളഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടാണ് തുരുമ്പുകളൊക്കെ കളഞ്ഞിരിക്കുന്നത്. എന്തായാലും വർക്ക് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. വണ്ടിയിൽ നിന്ന് അഴിച്ച സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ വെച്ചാണ്. ഡോർ പേഡ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ടുണ്ട്. സൈഡ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ കളർ കോഡ് ഇനി കൊടുക്കണില്ല കേട്ടോ. കളർ കോഡ്
ഫസ്റ്റ് ഈ കളർ കോഡ് നിയമം വന്ന സമയത്ത് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ ആ വൈക്കിൾ പറഞ്ഞ് കളർ കോഡ് ചെയ്തുകൊണ്ടിരാൻ പറഞ്ഞു. വൈക്കിളിന് തന്നെ അറിയാൻ പാടില്ലായിരുന്നു ഏതൊക്കെ വണ്ടി ചെയ്യണം ഏതൊക്കെ വണ്ടി ചെയ്യണ്ട എന്നുള്ളത്. അപ്പോൾ ഞാൻ പോയി കളർ കോഡ് ചെയ്ത് കൊണ്ടുവന്നാണ്. പിന്നെ നമുക്ക് ഫുൾ കോട്ട് പെയിൻ്റ് അടിക്കുമ്പോഴേ പിന്നെ അത് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഫുൾ കോട്ട് പെയിൻ്റാണല്ലോ അപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കളർ കോഡ് ഇനി മാറ്റും. നമ്മൾ 17 സീറ്റ് ടെമ്പോ ട്രാവലറിന് കളർ കോഡ് നിയമം ബാധകമല്ല. കളർ കോഡ് ശരിക്കും വേണ്ട. ഈ ഗ്യാപ്പിൽ തുരുമ്പുണ്ടാകും. തുരുമ്പ് കളഞ്ഞ് പൊട്ടിയിട്ടിട്ടുണ്ട്. എൻ്റെ ഈ ടെമ്പോ ട്രാവലറിനെ പറ്റി പറയുകയാണെങ്കിൽ 11 വർഷം എന്നോടൊപ്പം എൻ്റെ ചങ്കായിട്ട് കൂടെ നിന്നാണ് കേട്ടോ. എൻ്റെ ദുഃഖത്തിലും സന്തോഷത്തിലും എല്ലാം എന്നോടൊപ്പം നിന്നാണ് കേട്ടോ. അതാണ് എൻ്റെ ജാസ്മിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ടെമ്പോ ട്രാവലർ മാത്രമേ ഇവിടെ പണിയുകയുള്ളൂ കേട്ടോ. ടെമ്പോ ട്രാവലറിൻ്റെ എല്ലാ വർക്കുകളും ഇവിടെ ചെയ്യും കേട്ടോ. മെക്കാനിക്ക്, പെയിൻറ്റിങ്, പാച്ച് വർക്ക് എല്ലാം ചെയ്യും. ഇതൊക്കെ പല പല പണികൾക്കായിട്ട് വന്നേക്കണേണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ വർക്ക് ഹബ്ബ് ഗ്രീസിങ് ആണെന്ന് തോന്നുന്നു. ഹബ്ബ് ഗ്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന് ഇതിൻ്റെ ഉള്ളിൽ വേറെ എന്താണ് പണികളുണ്ട്. അതുപോലെ തന്നെ ഒരു ആംബുലൻസ് വന്നെടുപ്പുണ്ട് കേട്ടോ. ആംബുലൻസ്. അതുപോലെ ഇവിടെ ഒരു കവേഡ് വണ്ടി കിടപ്പുണ്ട്. ഇവിടെ ഒരു ടെമ്പോ ട്രാവലർ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ടെമ്പോ ട്രാവലർ കിടപ്പുണ്ട് കേട്ടോ. ഫുൾ വർക്കാണ് ഇതിൻ്റെ കേട്ടോ. ഫുൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പെയിൻറ്റിങ് പിന്നെ ഫ്ലോറിങ് ഒക്കെ ഫ്രണ്ടൊക്കെ അഴിച്ചിട്ടാണ്. ഗ്രില്ലൊക്കെ. അതുപോലെ തന്നെ അതെ ഇതിനൊരു വർക്ക്, ഇതിനും വർക്കുണ്ട്. ഇതിൻ്റെ വർക്ക് നോക്കിയാൽ ഈ ഫ്ലോറൊക്കെ ഇവിടെയാണ് ചെയ്തത്. എന്താ ഫ്ലോറും വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 1:30 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പണിക്കാരൊക്കെ ഭക്ഷണം കഴിക്കാൻ പോയേക്കുന്നുണ്ട്. അതാണ് ആരെയും കാണാത്തത്. അതുപോലെ തന്നെ ഇവിടെ ഒരു കവേഡ് വണ്ടി എടുപ്പുണ്ട്. എന്തായാലും നമ്മുടെ വണ്ടിയുടെ പണി ഇപ്പോൾ കണ്ടെടുത്തോളം നല്ല അടിപൊളി പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം തുരുമ്പുകളൊക്കെ കളഞ്ഞ് പെയിൻ്റ് അടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഫുൾ വർക്ക് കഴിയുമ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും കേട്ടോ. എൻ്റെ വണ്ടിയുടെ ഫുൾ കോട്ട് പെയിൻറ്റിങ്ങിൻ്റെ ഭാഗമായി ഇത്രയും പണികളാണ് ചെയ്തിരിക്കുന്നത്. 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഫുൾ കോട്ട് പെയിൻ്റ് അടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫുൾ കോട്ട് പെയിൻ്റ് അടിച്ച് ടെസ്റ്റിനോട് അനുബന്ധിച്ച് അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതാണ്. എന്നാൽ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ്. മുനീർ ഓട്ടോക്കാരൻ.